ഖുർആനിലോ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിലുള്ള ജന്മദിനാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സൂചന കാണുവാൻ സാധ്യമാണോ? ഒരിക്കലുമില്ല, കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിച്ച ശേഷം 123 വർഷക്കാലം ജീവിച്ചു. 22 കൊല്ലം ചുരുങ്ങിയത് എന്തായാലും ഉണ്ട്. ആ 22 കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലത്ത് ഇതാ ഇന്ന് എന്റെ ജന്മദിനാഘോഷമാണ്, അതുകൊണ്ട് മദീനക്കാർക്ക് എല്ലാവർക്കും ഓരോ ഈത്തപ്പഴം ഞാൻ പ്രത്യേകമായി വിതരണം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കണം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് സുഗന്ധം പൂശണം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് മദീനത്തെ പള്ളിയിൽ ഹാജരാകണം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നെല്ലാവരും അബൂ തൽഹത്തുൽ അൻസാരിയുടെ തോട്ടത്തിൽ ഒരുമിച്ച് കൂടുന്ന അവിടെ ഒരു മൗലൂദ് ഓതാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അക്കാലഘട്ടക്കാർക്ക് അത് പരിചയമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജന്മദിനം ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ആഘോഷിക്കാഞ്ഞത് എന്നാണ് നമ്മൾ അന്ന് അങ്ങനെ ഒന്ന് കരുതുക എങ്കിൽ ആ പ്രവാചകനെ ഏറെ സ്നേഹിച്ച സ്വഹാബികളിലെ അതിൽ അൽ ഖുലഫാഉൽ അർബഅ 4 ഖലീഫമാര്, നമുക്ക് അവിടെ നിങ്ങോട്ട് തുടങ്ങാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ച പോലെ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചു എന്ന് പറയാൻ സാധ്യമാണോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരൊറ്റ ഹദീസ് പോലും ആ വിഷയത്തിലില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച ആളാണ് ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി എന്നൊക്കെ. എന്നാൽ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസെങ്കിലും ഇവർ മനപ്പാടമാക്കിയതിലോ പഠിച്ചതിലോ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല 12 മാസം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങൾ. മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ്. അതിൽ റബീഉൽ അവ്വൽ വന്നിട്ടുണ്ടോ? ഇനി ഒരുപാട് ബാനറുകൾ വരാണ്, പുണ്യ റബീഉന് സ്വാഗതം. അത് പുണ്യമെന്ന് ആര് പറഞ്ഞു? ഒരു വിഷയത്തിൽ ബറക്കത്തും പുണ്യവും സംഗതികളും ഉണ്ടാകണമെങ്കിൽ അതിൽ പ്രവാചകന്റെ നിർദ്ദേശം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ 4 പവിത്ര മാസങ്ങളിൽ റബീഉൽ അവ്വൽ വന്നിട്ടില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാര് ജീവിച്ചിട്ടുണ്ട്. അതായത് 30 കൊല്ലത്തോളം 30-30.5 കൊല്ലത്തോളം ഖിലാഫത്ത് കാലം ഖലീഫമാര് 4 ഖലീഫമാര് ഭരണം നടത്തി. അവരാരും അത് ചെയ്തിട്ടില്ല. ഒരു വിഷയം നന്മയാണ്, പുണ്യമാണ്, സ്വർഗത്തിലേക്കാണ് എങ്കിൽ സ്വഹാബികൾ പ്രത്യേകിച്ചും ഖുലഫാഉർ റാഷിദുകൾ ചെയ്യാതെ പോകും എന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവർക്കാർക്കും ഇങ്ങനെ വിഷയം പരിചയമേ ഇല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് കുറെ കാലം ജീവിച്ചിരുന്നിട്ടുണ്ട്. പ്രവാചകന്റെ കുടുംബക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ 10-40 കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ 34 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. ഹഫ്സ റളിയല്ലാഹു അൻഹ 35 കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട്. സൗദ റളിയല്ലാഹു അൻഹയും കുറെ വർഷത്തോളം 10-13 വർഷം ജീവിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. ഈ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ മാത്രം പറഞ്ഞത്? അവരാണ് ഏറ്റവും ഉത്തമ തലമുറയിലുള്ള ആളുകൾ, സ്വഹാബികൾ, താബിഊകൾ, തബൂ താബിഊകൾ. ഖൈറുൻ നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ഉത്തമ തലമുറ അല്ലേ? അവരാരും അത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എനിക്ക് ശേഷം നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ സമസ്തക്കാരനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തോളൂ എന്ന് കൽപ്പിച്ചിട്ടില്ല. ആരാണോ നേതാവ്, ആ ഏത് സംഘടനയിലാണോ അത് നോക്കി ചെയ്തോളൂ എന്ന് പ്രവാചകന് നിർദ്ദേശമില്ല. നേരെ മറിച്ച് ഒറ്റ കാര്യമാണ് പറഞ്ഞത്. എന്താ? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. ആ പഠിപ്പിക്കപ്പെട്ട സുന്നത്തിലോ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിലോ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ ഒരു ജന്മദിനാഘോഷ പരിപാടി വേണ്ട. ഇന്നത്തെ രൂപത്തിൽ, വിശാലമായ രൂപത്തിൽ വേണ്ട, അന്ന് ചെറിയ തോതിലെങ്കിലും, ഏറ്റവും ചെറുതായ ഒരു ഉണക്ക കാരക്കയെങ്കിലും ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്നതിന്റെ പേരിൽ സ്വഹാബത്ത് പരസ്പരം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന പേര് പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു സ്വലാത്ത് അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ ഒരു യാസിൻ അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാമായിരുന്നു. അപ്പോൾ നമുക്ക് ഈത്തപ്പഴമല്ല അതിലും വലുത് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇല്ല, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അതിന് യാതൊരു അസ്ലുമില്ല.
അതുകൊണ്ടാണ് ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അതിന്റെ അസ്ല് ബിദ്അത്താണ്, അതിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. അങ്ങനെ ബിദ്അത്തായ ഒരു കാര്യം കൊണ്ടുവരാൻ പാടില്ല. പ്രവാചകന്റെ മാതൃകയില്ലാത്ത, സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം മതത്തിൽ കൂട്ടിച്ചേർക്കാൻ ആർക്കും അനുവാദമില്ല.